وصلى الله على محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد يسرنا القرآن للذكر فهل من مدكر. സ്നേഹാദരണീയരായ വാദിഹുദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഉസ്താദ് ഹംസ അബ്ബാസ് സാഹിബ്, SAP അബ്ദുസ്സലാം സാഹിബ്, നമ്മുടെ ഇന്നത്തെ ഈ സംഗമത്തിലെ മുഖ്യ അതിഥി പാളയം ഇമാം ആദരണീയനായ സുഹൈബ് മൗലവി, PTP സാജിദ സാഹിബ, മഹ്നാൻ സാഹിബ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായ സഹോദരി സഹോദരങ്ങളെ, ഉമ്മമാരെ, ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥിനി സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള അനുഗ്രഹീത സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ്, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞാൻ ഒരു പ്രഭാഷകനായിട്ടല്ല, മറിച്ച് ഒരു പാരന്റ് ആയിട്ടാണ്, ഒരു രക്ഷകർത്താവായിട്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. റഹ്മയുടെ കൂടെ വേറെ 8 മക്കൾ ഖുർആൻ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധി എന്ന നിലയ്ക്ക് ചില വാക്കുകൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും നമ്മുടെ മക്കൾ നമ്മിൽ വലിയ ഒരു ഭാരിച്ച സ്വർഗം ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മക്കൾ ഖുർആൻ പഠിച്ചാൽ ആ മക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗലോകത്ത് സൂര്യ തേജസ്സുള്ള, സൂര്യനേക്കാൾ തിളക്കമുള്ള ഒരു കിരീടം ഖുർആൻ പഠിച്ച മക്കളെ അണിയിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ആ മക്കളുടെ മാതാപിതാക്കൾക്ക് എന്താ ലഭിക്കാം? ആ മക്കളുടെ മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ ഒരു സ്ഥാനവസ്ത്രം അണിയിക്കുമത്രേ സ്വർഗലോകത്ത് വെച്ച്. അപ്പൊ നമ്മളാകുന്ന മാതാപിതാക്കൾ പടച്ചവനോട് ചോദിക്കും, എന്താ പടച്ചവനെ ഇങ്ങനെയൊക്കെ? മറ്റാർക്കും കിട്ടാത്ത അതിമഹത്തരമായ ഈ പദവി ഞങ്ങൾക്ക് നൽകപ്പെടാൻ കാരണം എന്താണ് റബ്ബേ എന്ന് അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഉണ്ടാകും, നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചില്ലേ, അതിന് നിങ്ങൾക്കുള്ള ആദരവാണിത് എന്ന് പറയപ്പെടുമത്രേ. നമ്മുടെ മക്കളെ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചാൽ അത് മുഖേന മാതാപിതാക്കൾക്ക് പാപമോചനം ലഭിക്കും, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. മക്കൾ ഖുർആൻ ഹിഫ്ള് ചെയ്താൽ, കൂടുതൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ മക്കൾക്ക് അവസരം നൽകിയാൽ ആ മാതാപിതാക്കൾ ഉയർത്തെഴുന്നേൽക്കുന്നത് 14-ാം രാവിലെ പൂർണ്ണചന്ദ്രന്റെ പ്രഭയോടുകൂടിയായിരിക്കും എന്ന് ഹദീസിൽ കാണാം. ഈ മക്കളോട് ഉപരിലോകത്ത് വെച്ച് പറയപ്പെടുമത്രേ, പാരായണം ചെയ്യൂ, പാരായണം ചെയ്യൂ. വീണ്ടും വീണ്ടും നിങ്ങൾ പഠിച്ച, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ വചനങ്ങൾ പാരായണം ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കളുടെ പദവി ഉയർത്തിക്കൊണ്ടിരിക്കുമോ എന്ന്
ഈ മക്കളോട് സ്വർഗലോകത്ത് വെച്ച് പറയപ്പെടുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, വേറെ എന്താ വേണ്ടല്ലേ? ശരിക്കും നമ്മുടെ മക്കള് നമ്മൾ തോൽപ്പിച്ചിരുന്നു. സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുവിശേഷം അറിയിക്കപ്പെട്ട മഹാന്മാരായ സ്വഹാബത്തിന്റെ പേരുകൾ നമ്മൾ എണ്ണി പറയാറുണ്ട്. അഷ്റത്തുൽ മുബശ്ശിരീൻ. സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിച്ച സ്വഹാബയ്ക്ക് നാമുണ്ട്. അല്ലാതെ വികാരാധീനായി പോകുന്ന ഒരു സന്ദർഭമാണ്. ഇതാ വാപ്പ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം എന്ന് പറഞ്ഞിട്ട് ഈ മക്കള് ഈ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം വെച്ച് നീട്ടുന്ന വല്ലാത്തൊരു സന്ദർഭമാണിത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് വാക്ക് തന്നിരിക്കുന്നത്. ഈ മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് വെച്ച് ആദരണീയമായ മഹത്വത്തിന്റെ ഉടയാടകൾ, സ്ഥാനവസ്ത്രങ്ങൾ അണിയിക്കുമെന്ന് പറയുമ്പോൾ സ്വർഗവും കിട്ടും, ആ മഹനീയമായ പദവിയും ലഭിക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്. മക്കളെ, ഞങ്ങളെ ഏൽപ്പിച്ച ഈ സ്വർഗമുണ്ടല്ലോ, അതെന്തൊരു ഭാരിച്ച സ്വർഗമാണ്. ഈ ആയുഷ്കാലം മുഴുവനും ഈ സ്വർഗവും പേറിയിട്ട് സഞ്ചരിച്ച് അല്ലാഹുവിന്റെ സ്വർഗ കവാടത്തിലൂടെ കടന്നു പോകാൻ കഴിയുമോ എന്നുള്ള അസ്വസ്ഥതയാണ് ഇപ്പം മനസ്സിൽ. ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആ സ്വർഗ കവാടത്തിലൂടെ വേഗം നമ്മൾ കടന്നു പോകുകയായിരുന്നു. അല്ലേ? ഉമ്മമാരെ, പാപ്പമാരെ, നിങ്ങളങ്ങനെ കൊതിച്ചു പോകുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസില അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന. ഭയമുള്ളവൻ നേരത്തെ പുറപ്പെടും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളെ വിലയേറിയ ചരക്കുകൾ വാങ്ങിച്ച് തന്റെ നാട്ടിലേക്ക്, കച്ചവട സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വ്യാപാരിയോട് ഉപമിക്കുകയാണ്. രാപ്പകൽ ഭേദമന്യേ സഞ്ചരിച്ച് ഒരുപാട് വിലയേറിയ ചരക്കുകളുമായിട്ട് സഞ്ചരിക്കുന്ന വ്യാപാരി കൊള്ള ചെയ്യപ്പെടുമോ എന്ന് പേടിക്കില്ലേ? അതുകൊണ്ട് അയാൾ നേരത്തെ തന്നെ പുറപ്പെടും. രാത്രിയാകും മുമ്പ്, ഇരുട്ടുന്നതിന് മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പൊ അയാൾ നേരത്തെ ലക്ഷ്യസ്ഥാനത്തെത്തും. അറിയുക, നിങ്ങളുടെ ഈ ചരക്കുണ്ടല്ലോ, അത് വിലയേറിയതാണ്, അത് സ്വർഗമാകുന്ന ചരക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മക്കള് നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നു. ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം വാങ്ങിച്ചു കൊടുക്കുന്ന മക്കള് ആലോചിച്ചു നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിക്കുന്നതല്ലോ, ഒരാള് മരിച്ചു പോയാലും അവശേഷിക്കുന്ന സുഹൃതങ്ങൾ എണ്ണി പറഞ്ഞില്ലേ? അതിലൊന്ന് എന്താണ്? സദഖ ജാരിയ ആണ്, നിലനിൽക്കുന്ന ദാനമാണ്. മറ്റൊന്ന് പ്രയോജനകരമായ അറിവാണ്. മൂന്നാമത് പറയുന്നത് വലദിൻ സ്വാലിഹിൻ യദഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ്. മക്കളിലൂടെ സ്വർഗം ഉറപ്പുവരുത്തുന്നു. മാതാപിതാക്കളിലൂടെ സ്വർഗം ഉറപ്പുവരുത്തുന്ന മക്കളായിരിക്കും നമ്മൾ, അല്ലേ? ഉമ്മയും വാപ്പയല്ലേ ആദ്യം ദീന് പഠിപ്പിച്ചത്, നമസ്കരിക്കാൻ പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്, അതിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗത്തിന് നിമിത്തമാകും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ആ മക്കൾ മാതാപിതാക്കൾക്ക് സ്വർഗം തിരിച്ചങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കണം. വല്ലാത്തൊരു അനുഭൂതിയുള്ള
സന്ദർഭമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. റഹ്മ ഫാത്തിമയെ കുറിച്ച് പറയുമ്പോൾ അതേപോലെ ഓരോ മക്കളെ കുറിച്ചും അവരുടെ മാതാപിതാക്കൾക്ക് പറയാനുണ്ടാവും. എൻ്റെ മകളായതുകൊണ്ട് പറയുന്ന മറിച്ച് ഓരോ മക്കളെ കുറിച്ചും പറയണം. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവർ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. അതോടൊപ്പം അവര് വേറെ യൂണിവേഴ്സിറ്റി കോഴ്സും അതിൻ്റെ കൂടെ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, തികച്ചും വ്യത്യസ്തമായ ഒരു സംരംഭമാണിത്. ഇത് നിലനിൽക്കണം, പരമാവധി വളർത്തി വികസിപ്പിച്ച് പുതിയ ഒരു കണ്ടെത്തലായിട്ട് ലോകത്തിന്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ് എന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. മകള് വാദിഹുദയിൽ ചേരുമ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു, മോൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, മൊബൈൽ യൂസ് ചെയ്യാം. പിന്നെ മകളെ വിളിച്ചു നോക്കുമ്പോൾ കിട്ടുന്നില്ല. അന്വേഷിച്ച് പറഞ്ഞത് മൊബൈലൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നിപ്പോകൂലേ കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിൽ? അങ്ങനെ നമുക്ക് തോന്നാം. പാവം എന്ന് മകളെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു. അവൾക്ക് പുറം ലോകമായിട്ടുള്ള ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷേ അടുത്ത മാസം വീട്ടിലേക്ക് വന്നപ്പോൾ ചോദിച്ചു, മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ മോള് പറയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഓരോ ദിവസത്തിലും ഇത്രയും സമയം ഉണ്ടായിരുന്നു എന്ന കാര്യം. മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനും വായിക്കാനും ഖുർആൻ ഹിഫ്ള് ചെയ്യാനൊക്കെ നന്നായിട്ട് സമയം കിട്ടുന്നു എന്ന് മകൾ ഇങ്ങോട്ട് പ്രതികരിക്കുകയാണ്. എല്ലാ മക്കളുടെയും അനുഭവം അത് തന്നെ ആയിരിക്കും. ശരിക്കും നമുക്കിന്ന് പഠന പാരായണങ്ങളിൽ ഏർപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയും ഓൺലൈൻ സംവിധാനങ്ങളും നമ്മൾ വല്ലാതെ വലിഞ്ഞു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സാധ്യമാണോ എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്നത്. നമ്മുടെ മക്കളോട് നിനക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാൻ പോലും നമുക്ക് പേടിയായിരിക്കും. ഈ ഉമ്മക്ക് എന്താ പറ്റിയത്, ഈ വാപ്പാക്ക് എന്താ പറ്റിയത്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ അല്ലേ എന്ന് മക്കൾ ചിന്തിക്കുന്ന, മക്കളോട് ചോദിക്കുവാൻ പേടി തോന്നുന്ന മാതാപിതാക്കളുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വേറെ തന്നെ ഒരു ലോകമാണത്. അല്ലാഹുവുമായുള്ള ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഖുർആനിന്റെ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കൾ ആന്തരികമായ അത്ഭുതകരമായ കരുത്താർജിക്കുകയാണ്. നേരത്തെ സ്വാഗത ഭാഷണത്തില് ഉസ്താദ് റസ്സയെ കുറിച്ച് വാദോരാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു. നമ്മുടെ മക്കളും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വളരണം. സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്നു, പ്രതിസന്ധികൾ നിറയുന്നു, പരീക്ഷണങ്ങൾ നിറയുന്നു. എങ്ങനെ അതിജീവിക്കും എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ കലാമിലേക്കുള്ള തിരിച്ചുപോക്കല്ലാത്ത മറ്റൊരു ഒറ്റമൂല്യം നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നന്നായി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. മക്കൾ സ്വർഗത്തിൽ കൂടെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് നല്ല ഭാവി ലഭിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നല്ല കുടുംബ ജീവിതം ലഭിക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ മക്കളുടെ മനസ്സകത്തേക്ക് അല്ലാഹുവിന്റെ കലാം ഇട്ട് കൊടുക്കുന്ന കാര്യത്തില് നമ്മൾ എത്രമാത്രം വിജയിക്കുന്നുണ്ട് അല്ലേ? ആലോചിക്കേണ്ട വിഷയമാണ്. എത്രമാത്രം ഖുർആനിനോടൊപ്പം അവർക്ക് സഞ്ചരിക്കാൻ അവസരം നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പലതും പഠിച്ച് മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ മേഖലയിലും മറ്റുമൊക്കെ ഒരുപാട് അവർ വളരുന്നുണ്ട്. അവിടെയാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ള് ചെയ്ത് അതിന്റെ സനദ് സ്വീകരിക്കുന്ന ആഘോഷപൂർവമായ ഒരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് മക്കൾക്ക് പ്രചോദനമാകണം. മറ്റ് കോഴ്സുകളെക്കാൾ ഉപരി
എന്ന് തന്നെ മനസ്സിലാക്കണം. ഇഹലോകത്തും നാളെ ഇൻഷാ അല്ലാഹ് സ്വർഗം ഉറപ്പുവരുത്തുന്നതിലും ഇതല്ലാത്ത മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിൽ ഇല്ലല്ല. അതിനാൽ നമ്മൾ ഈ സംരംഭത്തെ ഏറ്റെടുക്കണം. വന്നിയുള്ള വിമൻസ് അക്കാഡമിയുടെ ഈ പുതിയ കണ്ടെത്തലിനെ നമ്മുടെ മക്കളിലൂടെ ജീവിപ്പിച്ച് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. +2 കഴിയുമ്പോൾ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ സാധിക്കണം. എൻ്റെ മോള് വിശുദ്ധ ഖുർആൻ പഠിച്ച മോളാണ്, ഖുർആനിന്റെ അർത്ഥവും അതിന്റെ ആശയവും ഇസ്ലാമിക പാഠങ്ങളും അഭ്യസിച്ച മകളാണ് എന്ന ആത്മവിശ്വാസം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ കാലത്തെ വല്ലാതെ പഴിക്കുന്നുണ്ടിപ്പോ, അല്ലെ? ഈ പുതിയ കാലത്തെ കുറിച്ച് ഇത് ലിബറൽ കാലമാണ് എന്ന് നമ്മൾ കാലത്തെ പഴിക്കാണ്. കാലത്തെ പഴിക്കരുത്, കുറ്റപ്പെടുത്തരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കാലത്തിന്റെ കുഴപ്പമാണോ? കാലത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. കാലത്തിനനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ ചിന്തയും നമ്മുടെ സംസ്കാരവും വഴിമാറിപ്പോകുന്നതിന്റെ കുഴപ്പമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കാലത്തിന് എന്താ കുഴപ്പം? കാലം അന്നും ഇന്നും ഒന്നു തന്നെയാണ്. നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് തീർച്ചയായും ആ നിലയ്ക്ക് വിജയം വരിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാലത്തെയെല്ലാം നമ്മുടെ നിലപാടുകളെയാണ് മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഈ 9 മക്കൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ആ മക്കളുടെ അകത്ത് അല്ലാഹുവിന്റെ ദീൻ പ്രവേശിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാം അവരുടെ ഓർമ്മകളിൽ, അവരുടെ നെഞ്ചകങ്ങളിൽ, അവരുടെ വികാര വിചാരങ്ങളിൽ, ചിന്തകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അവർ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോഴും അവരുടെ കൂടെ ഖുർആൻ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും അല്ലാഹുവിന്റെ കലാം അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള ഊർജം തീർച്ചയായിട്ടും വാദിഹുദ നമ്മുടെ ഈ മക്കൾക്ക് നൽകുന്നുണ്ട്. അതിനാൽ നിരാശപ്പെട്ട് അസ്വസ്ഥരായി മക്കളുടെ കാര്യത്തിൽ ബേജാറായി ഇനി എന്ത് ചെയ്യും പടച്ചോനെ എന്ന് കരുതുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്തണം. നമ്മുടെ ചുറ്റും സംവിധാനങ്ങളുണ്ട്, പക്ഷെ ആ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാകപ്പെടുന്നുണ്ടോ എന്ന ആലോചന പ്രധാനം. നമ്മൾ തന്നെ ആലോചിക്കുന്നത് എന്താണ്? ദീന് പഠിച്ചാൽ, ഖുർആൻ പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? അല്ലെ? ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ മതിയോ? ഇങ്ങനെ ഇഹലോകവുമായിട്ട് ഭൗതിക ജീവിതവുമായി മാത്രം കണക്ട് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ജീവിതത്തെ കുറിച്ച് കണക്കുകൂട്ടുന്നത്. അങ്ങനെയല്ലേ? ഒരുപക്ഷെ മക്കളും പറഞ്ഞേക്കും, ഇതൊക്കെ പഠിച്ചാൽ എങ്ങനെ ജീവിക്കും? ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിച്ചാൽ അതല്ലേ പ്രയോജനപ്പെടുക എന്നൊക്കെ വളരെ ചെറുതായി ചിന്തിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ തന്നെ ഇപ്പോൾ തൊഴിൽ സാധ്യത എന്ന നിലയ്ക്ക് സമീപിക്കുകയാണെങ്കിലും ധാരാളം സാധ്യതകളുണ്ട്. ഒരുപാട് ഹിഫ്ള് സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ നാട്ടിലുണ്ട്. അതിൽ ടീച്ചേഴ്സിനെ, മെന്റേഴ്സിനെ ഒക്കെ ധാരാളമായിട്ട് ആവശ്യമുള്ള കാലമാണ്. അതിനപ്പുറത്ത് അല്ലാഹുവിന്റെ കലാമിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചാൽ നമുക്ക് നല്ല മക്കളെ കിട്ടും, നല്ല ഇണകളെ കിട്ടും, നല്ല മാതാവിനെ കിട്ടും, നല്ല പിതാവിനെ കിട്ടും, നല്ല കുടുംബത്തെ കിട്ടും, നല്ല തലമുറകളെ വാർത്തെടുക്കാൻ കഴിയും എന്ന കാര്യം ഉറപ്പാണ്. അതിനാൽ അങ്ങനെ ധീരമായ നിലപാടുകളായിട്ട് മുന്നോട്ട് പോകാൻ മക്കളെ പ്രേരിപ്പിക്കണം. ഈ മക്കളിൽ പലരും ചുരുങ്ങിയ കാലം കൊണ്ട് ഖുർആൻ പഠിച്ചിട്ടുണ്ട്. 6 മാസവും അതിൽ കുറഞ്ഞ സമയവും കൊണ്ട് 604 പേജ് വരുന്ന വിശുദ്ധ ഖുർആനിനെ അവർ പൂർണ്ണമായിട്ട് മനപ്പാടാക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത്ഭുതമല്ലേ? ആലോചിച്ച് നോക്ക്, ഇതെങ്ങനെ സാധിക്കും? 604 പേജ് വരുന്ന ഖുർആൻ 6 മാസം കൊണ്ട് മനപ്പാടാക്കാൻ. അല്ലാഹു തആല സൂറത്തുൽ ഖമറിൽ 4 തവണ നമ്മോട് ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണ്? വലഖദ് യസ്സർനൽ ഖുർആൻ. നിശ്ചയം നാം ഈ ഖുർആനിനെ ഏറ്റവും ലളിതമാക്കിയിരിക്കുന്നു, എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ.
എന്നാൽ ഈ ഉത്ബോധനം ഏറ്റുവാങ്ങാൻ, അതിനെ സ്വീകരിക്കുവാൻ ആരുണ്ട് എന്നൊരു ചോദ്യം അല്ലാഹു തആല നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ട. മനസ്സ് വെച്ചാലും തീർച്ചയായും അല്ലാഹുവിന്റെ കലാമിനെ പഠിക്കുവാൻ, അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ പെട്ടെന്ന് തന്നെ സാധിക്കും എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം ഈ പഠനം പൂർത്തീകരിച്ചവരോടും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും പ്രത്യേകം ഉണർത്താനുള്ളത്, വലിയ ഒരു അമാനത്താണ് മക്കളെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഇന്നത്തെ സനദ്ദാന പരിപാടിയോടുകൂടി അവസാനിച്ചു പോകേണ്ടതല്ല. മറ്റു പല കോഴ്സുകളും പോലെ പഠിച്ചു, വിജയിച്ചു, മാർക്ക് കിട്ടി, അതോടുകൂടി അവസാനിച്ചു പോകുന്ന ഒരു കോഴ്സ് അല്ല. ഇൻഷാ അല്ലാഹ് അവസാന ശ്വാസം വരെയും അല്ലാഹുവിന്റെ കലാമിനെ, നിങ്ങൾ പഠിച്ചെടുത്ത ഓരോ വാക്കും ഓരോ ഹർഫും നെഞ്ചകത്ത് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. ഓരോ ദിവസവും അതിനെ ദൗറ ചെയ്തുകൊണ്ട് നിരന്തരം ഓർത്തെടുത്ത് പിന്നെയും പിന്നെയും പാരായണം ചെയ്ത് മനസ്സകത്ത് കാത്തു സൂക്ഷിക്കണം. അപ്പോഴത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിങ്ങളിലൂടെ പുതിയൊരു തലമുറ ജന്മമെടുക്കും. അവര് ഈ ലോകത്തെ, ഈ നാടിനെ മുന്നോട്ട് നയിക്കും. നാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് അവരിലൂടെ പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് വാദിഹുദ സ്ഥാപനങ്ങൾ ആ നിലയിൽ ഇനിയും ഇനിയും ഒരുപാട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അബ്ദുസ്സലാം സാഹിബ് ചില സങ്കടങ്ങൾ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം തോന്നുന്നു, അഥവാ അതിന്റെ ഭൗതിക സംവിധാനങ്ങളെ കൂട്ടിയിണക്കാനുള്ള ഭാരമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഖുർആനിന്റെ വഴിയിൽ നമ്മൾ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന സംഭാവനകൾ അർപ്പിക്കണം. സമ്പത്തുള്ളവർ സമ്പത്ത് നൽകിയിട്ട്, ഖുർആൻ പഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ, പഠിപ്പിക്കാൻ കഴിയുന്നവർ അങ്ങനെ, ആ മാർഗത്തിൽ ചിന്തയും ആലോചനകളും സമയവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ മാതൃകയായിട്ടുള്ള ഈ മഹനീയ സംരംഭത്തോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം എന്നാണ് വാർത്താനുള്ളത്. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ, അവരുടെ പരിശ്രമങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കണമെന്നതാണ്. നിങ്ങളുടെ എല്ലാ മക്കളില് വിശുദ്ധ ഖുർആനിനെ നട്ട് മുളപ്പിക്കുവാൻ തൗഫീഖ് നൽകണേ. അങ്ങനെയുള്ള നല്ല സൗഭാഗ്യവാന്മാരായ ഉമ്മമാരായി, വാപ്പമാരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ മാതൃസ്ഥാപനമായ വാദിഹുദ സംരംഭങ്ങളെ അനുഗ്രഹിക്കണേ. ആ സംരംഭത്തിന് മുമ്പേ നടന്ന് പലരും അല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. പഠിച്ചവനെ അവരുടെ എല്ലാം കബറിടങ്ങൾ സ്വർഗത്തോപ്പാക്കണേ. പഠിച്ചവനെ ഈ സുഹൃതങ്ങളുടെ എല്ലാം നന്മകൾ അവരുടെ ബർസഖിൽ നീ എത്തിച്ചു കൊടുക്കണേ. ആദരണീയനായ ഉസ്താദ് ഹംസ അബ്ബാസ് സാഹിബ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ പലരും അവർക്കെല്ലാം സിഹത്തും ആഫിയത്തും വർദ്ധിപ്പിക്കണേ. നമ്മുടെ മക്കൾക്ക് പഠിക്കുവാൻ, ഖുർആനിനോടൊപ്പം സഞ്ചരിക്കാൻ അവസരം നൽകുന്ന, അവരെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഉസ്താദുമാര്, ടീച്ചേഴ്സ്, മെന്റേഴ്സ്, അതേപോലെ ആ സ്ഥാപനത്തിന്റെ ട്രസ്റ്റ് ഭാരവാഹികൾ, അതുമായി സഹകരിക്കുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കണേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.